നമസ്കാരം. നാളെ 2025 ജനുവരി 11 ശനിയാഴ്ച, ധനുമാസം 26 രോഹിണി നക്ഷത്രം. 12 മണിക്ക് ശേഷം മകയിരം. ശനിപ്രദോഷമാണ് നാളെ. ശനിപ്രദോഷ നാളിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശിവഭഗവാനെ കണ്ണിറയെ കണ്ട് പ്രാർത്ഥിക്കുക. നന്ദിയെയും പ്രാർത്ഥിക്കുക. സകല ദുരിതവും മാറിക്കിട്ടും. ശനിപ്രദോഷം കഴിയുന്നതോടുകൂടി ജീവിതം മാറിമറിയുന്ന, രക്ഷപ്പെടുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ 9 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ വലിയ അവസരങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. ഭഗവാന്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും. ഈ 9 നക്ഷത്രജാതകർ ഉള്ള വീടുകളിൽ ധാരാളം ധനം വന്നു നിറയും. ശനിപ്രദോഷത്തിന് ശേഷം വലിയ നിലയിൽ എത്തിച്ചേരുന്ന വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ആ 9 നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഈ പറയുന്ന നക്ഷത്രജാതകർ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ അസുലഭമായ അവസരങ്ങൾ വന്നു ചേരും. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കിട്ടുന്ന ഒരു വലിയ ചാൻസാണിത്. അതുപോലെ തന്നെ നാളെ ശനിയാഴ്ചയാണ്, ശനി പ്രദോഷമാണ്. ശനി പ്രദോഷ നാളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. രക്ഷപ്പെടും ഈ നക്ഷത്രജാതകർ. ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും. ഇവരുടെ കടങ്ങൾ മാറും. ശംഭോ മഹാദേവ എന്ന നാമമന്ത്രം എപ്പോഴും ഇവർ ഉരുവിടുക. ഇവരുടെ ജീവിതത്തിൽ സകല പ്രതീക്ഷകളും ഇനി സഫലമാകാൻ ഇരിക്കുന്നതേയുള്ളൂ. കടങ്ങൾക്കൊക്കെ ആശ്വാസമാകും. അതുപോലെ എന്ത് പ്രശ്നത്തിൽ നിന്നാണെങ്കിലും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ആ ഭാഗ്യശാലികളായ, എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന, ധാരാളം ധനം വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നാളെ ശനിയാഴ്ചയാണ്, ശനി പ്രദോഷമാണ്. നാളെ അതിരാവിലെ പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയുമായ അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ശാന്തസ്വരൂപിയും ഭദ്രിയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാൻ പോവുകയാണ്. ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. എല്ലാ മാസവും ഇവരുടെ ദിവസം, അശ്വതി ദിവസം ഇവർ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തി മുന്നോട്ട് പോകുക. ഒപ്പം ഒരു ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന കൂടി നടത്തുക. ഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരണം. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ അശ്വതി നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും കഴിയും. ഇനി അശ്വതി നക്ഷത്ര ജാതകരുടെ നല്ല നാളുകൾ തന്നെയാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും. ഉറപ്പായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകും. ഇവരെ സംബന്ധിച്ച് തൊടുന്ന കാര്യത്തിലൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ബുദ്ധിമുട്ടുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ഇവരുടെ ജീവിതം. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായിരിക്കും ഇവരുടെ ജീവിതത്തിൽ. കുടുംബത്തിൽ ഒരു നല്ല കാലം വരുന്നു. ഈ നക്ഷത്രജാതകർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ സൗഭാഗ്യമാണ്, നേട്ടമാണ്. ധാരാളം ധനം വന്നു നിറയും. ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി അങ്ങോട്ട് കഴിയുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യമാണ് അശ്വതി നക്ഷത്രജാതകർക്ക്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്ര ജാതകർ എല്ലാ മാസവും നവഗ്രഹ പൂജ നടത്തുക. ഒപ്പം ശിവക്ഷേത്രത്തിലും ദർശനം നടത്തണം. അതിവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും. ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക. നന്മകൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ വലിയൊരു ഉയർച്ചയുടെ സമയമാണ്. പണം നിറയെ വന്നു ചേരും. വലിയ തുകകൾ നിങ്ങൾക്ക് വന്നു ചേരും. പുതിയൊരു വാഹനമൊക്കെ വാങ്ങുവാൻ സാധിക്കും. ധാരാളം ധനം വന്നു ചേരുന്നതിനോടൊപ്പം ആർഭാടവും വർദ്ധിക്കും. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്.
രോഹിണി നക്ഷത്ര ജാതകർക്കും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുവാൻ രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും രോഹിണി നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടുന്ന സമയമാണ്. നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നടക്കും. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം പൂർണ്ണമായും നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ്. രോഹിണിക്ക് അത്രയധികം നല്ല സമയമാണ്. ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തി മുന്നോട്ട് പോവുക രക്ഷപ്പെടുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഒപ്പം ശിവപാർവതി ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടുന്ന സമയമാണ്. അത്രയധികം നല്ല സമയത്തിലേക്കാണ് പുണർദം നക്ഷത്ര ജാതകർ എത്തുന്നത്. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന പുണർദം നക്ഷത്ര ജാതകർക്ക് അതൊക്കെ കിട്ടുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. സർപ്പക്കാവിൽ ദർശനം നടത്തുക. സർപ്പക്കാവിൽ ദർശനം നടത്തി പുള്ളുവൻ പാട്ടൊക്കെ പാടിപ്പിക്കുക. ക്ഷേത്രത്തിൽ പോകുമ്പോൾ പുള്ളുവൻ പാട്ടൊക്കെ പാടിപ്പിക്കാൻ മറക്കരുത്. അടുത്ത നക്ഷത്രം ചോതിയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസമൊക്കെ നടത്തുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും പോകണം. മഹാമൃത്യുഞ്ജയ ഹോമം അവിടെ നടത്തണം. നിങ്ങളുടെ സമയം തെളിയാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്ന സമയമാണ്. ഇത് ചോതി നക്ഷത്ര ജാതകരുടെ നല്ല സമയമാണ്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്ര ജാതകർ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അത് ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. കഴിയുമെങ്കിൽ ശബരിമലയിലൊക്കെ ദർശനം നടത്തുന്നത് ഇവർക്ക് ധനം ധാരാളം വന്നു ചേരുവാനും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുവാനും അതീവ സമ്പൽ സമൃദ്ധിയിലെത്തുവാനും കാരണമാകും. എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. എഴുതി വെച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടന്നിരിക്കും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ശംഭോ മഹാദേവ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ഉത്രട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത്. ഉത്രട്ടാതിയുടെ ഭാഗ്യസമയമാണ്. ഉത്രട്ടാതിയുടെ നേട്ടത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യമാണ്. ഏത് തൊഴിൽ ചെയ്താലും അതിൽ നിന്നും ധാരാളം ധനം വന്നു ചേരുന്ന ഒരു അവസ്ഥ ഇവർക്കില്ലായിരുന്നു. എന്നാൽ അതിൽ നിന്നുമൊക്കെ ഒരു വലിയ മാറ്റം വന്നു ചേരാൻ പോവുകയാണ്. ഇവർ ആഗ്രഹിക്കുന്ന ഒരു തൊഴിൽ ഇവർക്ക് ലഭിക്കുന്നു. ഇവർ കാലങ്ങളായി കൊതിച്ച ഒരു കാര്യം ഇവർക്ക് നടക്കാൻ പോകുന്നു. രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരും. രേവതിയുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. വിദേശത്തൊക്കെ നിൽക്കുന്ന രേവതി നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഒരുപാട് നേട്ടത്തിലേക്ക് പോകട്ടെ. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.